ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് ഞാനും ദേവും മാത്രമല്ല, വേറെ കുറേ ആൾക്കാരുണ്ട്. ആരൊക്കെയാണെന്നല്ലേ? ഒന്ന് എൻ്റെ അമ്മയാണ് കേട്ടോ, പിന്നെ മമ്മൂട്ടിയാണ്, നന്ദുവാണ്, അരുണാണ്, അങ്ങനെ കുറേ പേരുണ്ട് ഇന്നത്തെ എൻ്റെ ഈ ഒരു കുഞ്ഞു വീഡിയോയ്ക്കകത്ത്. ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വിചാരിച്ചാൽ, നന്ദുവണ്ണൻ്റെ വീട്ടിൽ റംബൂട്ടാൻ പറിക്കുവാണ് അമ്മ. അമ്മയല്ല, സോറി, മമ്മൂട്ടിയണ്ണനെ കൊണ്ട് അമ്മ പറിപ്പിക്കുവാണ് എന്ന് പറയുന്നതായിരിക്കും കറക്റ്റ്. അത് കഴിഞ്ഞിട്ട് ദാണ്ട റംബൂട്ടാൻ കൊണ്ടുവന്ന് അമ്മ എനിക്ക് പറഞ്ഞാൽ, അപ്പോഴത്തേനും മമ്മൂട്ടിയണ്ണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. മമ്മൂട്ടിയണ്ണ റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് വന്നിരിപ്പുണ്ടായിരുന്നു. അപ്പോഴത്തേനും സുലാമ വന്നിട്ടുണ്ടായിരുന്നു. ദേവു എൻ്റെ കയ്യിൽ ഇരിക്കുമായിരുന്നു. അങ്ങനെ എല്ലാവരും കൂടി റംബൂട്ടാൻ പറിക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ കുറേ റംബൂട്ടാൻ കിട്ടി. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ നന്ദുവണ്ണൻ്റെ വീട്ടിലെ റംബൂട്ടാന്. ഭയങ്കര നീളം ആയതുകൊണ്ട് തന്നെ എത്താത്തതുകൊണ്ട് നന്ദുവണ്ണൻ താണ്ടി ഈ തെങ്ങിൻ്റെ മണ്ടയിൽ കയറിയിട്ട് പറിക്കാൻ നോക്കി. അപ്പോൾ അമ്മ പറഞ്ഞു, വേണ്ട, ഇനി ഇറങ്ങിയേക്ക്, നിനക്ക് പറ്റുന്ന പരിപാടിയല്ലെന്ന് അരുണണ്ണനും പറഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞപ്പോഴത്തേനും മമ്മൂട്ടിയാണ് അപ്പുറത്ത് ചെയ്യുന്ന മാവിനകത്തോട്ട് ഈ പിടിച്ച് കയറുന്ന രംഗമാണ് നിങ്ങളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ഇറങ്ങി വരുന്ന രംഗവും നിങ്ങൾക്ക് കാണാം. പകുതി ആയപ്പോഴത്തേനാണ് എന്നെ ഇറങ്ങാൻ പറ്റിയില്ലയോ, സ്റ്റക്കായിപ്പോയി, എന്ത് പറ്റിയെന്ന് എനിക്കറിയത്തില്ല. പിന്നെ നന്ദുവണ്ണനാണ് സഹായിച്ചിറക്കിയത് കേട്ടോ. ഇവർ രണ്ടുപേരും മറ്റേ ട്വിൻസുകളെ പോലെ എപ്പോഴും ഒരുമിച്ചാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇറങ്ങാനായാലും കയറാനായാലും രണ്ടുപേരും ഒന്നിച്ചായിരുന്നു. പിന്നെ നന്ദുവണ്ണനാണെങ്കിൽ എനിക്ക് പറഞ്ഞാൽ ഇതുപോലെ ഇളക്കി തന്നിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ അതെനിക്കല്ലായിരുന്നു, ദേവുവിനായിരുന്നു. ദേവു തിന്നാത്തതുകൊണ്ട് അതെൻ്റെ വായിലോട്ട് തന്നെയാണ് കേട്ടോ പോയത്. പിന്നെ ദേവുവിൻ്റെ കയ്യിൽ വടയോ അങ്ങനെ എന്തോ ഒരു സാധനം ഇരിപ്പുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേനും ബിജുവണ്ണൻ വരുന്നതുണ്ട്. അപ്പോഴത്തേനും ദേവുവിൻ്റെ മൂഡ് ഫുൾ പോയിട്ടുണ്ടായിരുന്നു. കാര്യം എന്ന് വിചാരിച്ചാൽ അച്ഛനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കയ്യിലൊന്നും നിൽക്കത്തില്ല ഗൈസ്. ഭയങ്കര കരച്ചിലാണ് കേട്ടോ. അപ്പോഴത്തേനും അണ്ണൻ ഒരു വലിയ തോട്ടം എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു റംബൂട്ടാൻ പറിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ അതിനകത്ത് പറിക്കാനേ പറ്റിയിട്ടില്ലായിരുന്നു കേട്ടോ. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേനും ദേവു ഭയങ്കര കരച്ചിലായിട്ടുണ്ടായിരുന്നു. കാര്യം അണ്ണൻ്റെ കൂടെ പോകാൻ വേണ്ടിയിട്ട്. അണ്ണന് പക്ഷേ എവിടെയോ പോകുമായിരുന്നു കേട്ടോ. അതുകൊണ്ട് എടുക്കാൻ പറ്റില്ലായിരുന്നു. ഞാൻ പറഞ്ഞു, കൊച്ചിൻ്റെ മുമ്പിൽ നിന്ന് ഓടി പൊക്കോണം എന്ന് പറഞ്ഞു. ഇല്ലെങ്കിൽ അവൾ എൻ്റെ കയ്യിൽ നിൽക്കത്തേ ഇല്ല കേട്ടോ. അതാണ്ട് ഇവൾ കരയുവാണ്. പിന്നെ അണ്ണൻ എൻ്റെ പുറകെ തന്നെ നിൽക്കുമായിരുന്നു. ഞാൻ പറഞ്ഞു, അങ്ങോട്ടോ ഇങ്ങോട്ടോ എങ്ങനെ പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് കൂടെ അരുണണ്ണൻ്റെ വളരെ വലിയ കോമഡികൾ. പിന്നെ ആണെങ്കിൽ അമ്മ പറഞ്ഞു, നമ്മുടെ റംബൂട്ടാൻ പോയി നോക്കിയിട്ട് വരാമെന്ന്. അപ്പോഴാണ് അതിനകത്ത് 2 കായ് നിൽക്കുന്ന കണ്ടത് കേട്ടോ. എന്തായാലും നല്ല ഇതും വരികയാണ് കേട്ടോ. എന്തായാലും ദേവൂട്ടന് ഞാൻ റംബൂട്ടാൻ ചെറുതായിട്ട് കൊടുക്കാൻ നിന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോ